ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കൂടെ ആയിരുന്നിട്ടും ഈശോ ഒന്ന് വ്യത്യസ്തനായിട്ട് ചിന്തിച്ച വ്യക്തിയാ യൂദാസ്. അവൻ പുരോഹിതന്മാരുടെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവനെ ഒറ്റിക്കൊടുത്താൽ എന്തു തരും എന്നൊക്കെ. 30 വെള്ളി നാണയങ്ങളാണ് വാഗ്ദാനം ചെയ്യുക. ആ വെള്ളി നാണയങ്ങളുടെ തിളക്കം അവന് വല്ലാതെ ആകർഷിച്ചു. അതിന് പ്രകാരം പറയുക, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 26-ാം അധ്യായം 16-ാം തിരുവചനം. അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഇത്രയും നേരം ഈശോനെ സ്നേഹിക്കാനായിട്ട് ഉള്ള യാത്രയായിരുന്നു. ഈശോയുടെ വചനത്തിൽ പങ്കുചേരാണ്, ശുശ്രൂഷയെ പങ്കുചേരാണ്. ഈ വെള്ളി നാണയങ്ങൾ തിണക്കം കണ്ടപ്പോൾ മുതൽ അത് നേരെ തിരിഞ്ഞ് ഈശോനെ ഒറ്റിക്കൊടുക്കാനുള്ള അവസരത്തിന് കാത്തിരിക്കുക. ഈശോയുടെ കൂടെ ആയിരുന്നിട്ടും ചില തിളക്കത്തിലേക്ക് അവൻ്റെ ശ്രദ്ധ പോയി എന്നുള്ളതാണ്. അതവന് നാശമായി തീരുക. ഈശോയുടെ കൂടെയുള്ള നിൻ്റെ യാത്രയിൽ ഏതെങ്കിലും തരത്തിലുള്ള തിളക്കങ്ങൾ നിന്നെ പുറകോട്ട് വലിക്കുന്നുണ്ടോ എന്ന് നോക്കിയോളൂ. ജീവിതത്തിലേക്ക് വരുന്ന ചില ആകർഷണങ്ങൾ ക്രിസ്തുവിൽ നിന്ന് നിന്നെ പറിച്ചു മാറ്റും. അത് നിന്നെ കൊണ്ട് പോകത്തുള്ളൂ. എല്ലാ ആകർഷണങ്ങളെക്കാളും മഹത്വവും തിളക്കവും എന്നും ക്രിസ്തുവിന് തന്നെ കൊടുക്കുവാൻ തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിന്നെ ആകർഷിക്കപ്പെടുമ്പോൾ ഇതിനേക്കാളും വലുതാ എനിക്ക് എൻ്റെ ക്രിസ്തു എന്ന് ജീവിതത്തിൽ പറയുവാനായിട്ട് സാധിച്ചാൽ ഒന്നും നിന്നെ സ്പർശിക്കത്തില്ല. നീ അവൻ്റെ ഒപ്പം നിൽക്കും. ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. നിന്റെ നാമത്തിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നീ മാത്രമേ ഉള്ളൂ എന്ന ബോധ്യം നിറയട്ടെ. ലോകത്തിലെ എല്ലാ തിളക്കങ്ങളെക്കാളും കൂടുതലായിട്ട് നിന്നിലേക്ക് നോക്കുവാനായിട്ട് വ്യക്തിക്ക് സാധിക്കട്ടെ. ഈ ദിവസത്തിന് വേണ്ട അനുഗ്രഹങ്ങളെ കൃപകളെല്ലാം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധി